ബ്രാഞ്ച് അവിടെ ആരംഭിക്കുന്നു. Hi guys, I am Kader. I am Kadri. We are Kader. കാതറി, നമ്മൾ പ്രേതങ്ങളല്ലേ? പ്രേതങ്ങൾക്ക് കുറച്ച് ബാസൊക്കെയാവാം. എന്താ കാതറിനിത്? ഇവിടെയൊക്കെ തുമ്മി വൃത്തികേടാക്കല്ലേ? ഇന്ന് നമ്മുടെ പുതിയ പ്രോഡക്റ്റിന്റെ ലോഞ്ച് ആണെന്ന് അറിയില്ലേ? എന്നിട്ടാണോ നിന്റെ മുഖത്തിന് ലിപ്സ്റ്റിക് വാരി തേച്ചിരിക്കുന്നത്? പറയാ മർദ്ദകളെ, യക്ഷികളെ, ഭൂതപ്രേത പിശാചുക്കളെ, ചോര കുടിക്കാനായി നിങ്ങളുടെ ഹൃദയം വെമ്പൽ കൊള്ളുന്നില്ലേ? ഉണ്ടാവും. പരലോകവാസത്തിൽ ഇതിലുമേറെ സൗഭാഗ്യങ്ങൾ ആഗ്രഹിക്കുന്നവരല്ലേ നിങ്ങൾ? സ്വർഗത്തിലേക്ക് പോവാനായി നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സ് തുടിക്കുന്നില്ലേ? ഇരുട്ടേറിയ കല്ലറയിൽ ഡാർക്ക് അടിച്ചിരിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്കായി ഇതാ മൂഞ്ചാടി ആൻഡ് കമ്പനീസിന്റെ പരലോകം ബ്രാഞ്ച് അവതരിപ്പിക്കുന്ന പുതിയ പ്രോഡക്ട്സ്. ആ പ്രോഡക്റ്റിന്റെ പേരാണ് മായാദർശിനി. മിഴിയിൽ നിന്നും മിഴിയിലേക്ക് പ്രൈസുകൾ വിട്ട് പോയി നമ്മൾ. മായാ നമ്മുടെ ഈ പുതിയ പ്രോഡക്റ്റിന്റെ ലോഞ്ച് ഉദ്ഘാടനം ചെയ്യാനായി ആരാണ് വന്നിരിക്കുന്നതെന്ന് അറിയുമോ കാതറി? നോ, ഇവരാരും പരലോകത്ത് എത്തിയിട്ടില്ല കാതറി. മലയാള സിനിമയുടെ ആദ്യകാല സൂപ്പർ സ്റ്റാർ, ദ ആക്ഷൻ ഹീറോ, ദ ഇൻ ആൻഡ് ഔട്ട് ശ്രീ ജയൻ. Oh my God, he's such a demon. We may be ghosts, not suckers, but we are not demons. If you dare to say that wow once more, I will suck your blood. My dear Chorapillars, on this Amavasya day, I kindly inaugurate the Mayadarshini on behalf of Kader and Kadri. Cham chora, chum chora, chakra chora, cha. അതെ കാതറി, നമ്മുടെ മായാദർശിനി രശ്മികൾ വെച്ച് ജയൻ ഇനി അവരെയൊക്കെ ഇടിച്ചിടും. പുതുമുഖ പ്രേതങ്ങളെ, സ്വർഗത്തിലേക്കുള്ള ഗുഹാസ് എൻട്രൻസ് പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്യുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഇതാ കണ്ടോളൂ. ഗുപ്തൻ യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽ ആൻഡ് ഹെവൻ സയൻസസ്. ഇത് എബ്രഹാം എസ്ര വർഷങ്ങളായി ഡിബുക്ക് വായിച്ച് ക്രോണിക് അഡീഷണലായിരിക്കുകയാണ്. ഇനി കണ്ടോളൂ മായാദർശിനിയുടെ മാജിക്. അങ്ങനെ എബ്രഹാം എസ്ര മായാദർശിനി ഉപയോഗിച്ച് എക്സാം എഴുതുന്നു. എക്സാം എഴുതാൻ എനിക്കിനി പഠിക്കണ്ട, എന്റെ കയ്യിലുണ്ട് മായാദർശിനി. അതെ കാതറീൻ, അത്ഭുതമാണ്. ഇതിന്റെ വില വെറും 999 ml ബ്ലഡ് മാത്രം. ചുടുചോര, ദ കോൾഡ് ബ്ലഡ്. ആവശ്യക്കാർ ഞങ്ങളുടെ കമ്പനി കല്ലറയായോ സ്ക്രീനിൽ കാണുന്ന ബാങ്ക് അക്കൗണ്ട് നമ്പർ വഴിയോ ബന്ധപ്പെടുക. ഇതെന്റെ ബ്ലഡ് ബാങ്കിലെ അക്കൗണ്ടാണ് കാതറി. അടുത്തതായി ഈ അത്ഭുത പ്രൊഡക്റ്റിന്റെ ഉപജ്ഞാതാവ് ഡോക്ടർ ബാബു നിങ്ങളോട് സംസാരിക്കുന്നു. ഡോക്ടർ എന്ന്
നിങ്ങളോട് സംസാരിക്കുന്നു. ഹലോ ഗൈസ്, ഞാൻ ഡ്രാക്കുള ബാബു, ഈ പ്രൊഡക്റ്റിൻ്റെ ഉപജ്ഞാതാവാണ്. എന്നെ അടക്കിയ കല്ലറയിൽ നിന്നും എനിക്കൊരു സാധനം കിട്ടി. അത് ഈ പുരാണ കാലത്ത് ഭീമസേനൻ ഉപയോഗിച്ചിരുന്ന പെൻഡ്രൈവ് ആയിരുന്നു അത്. അതിൽ കുറേയധികം ഫോൾഡറുകൾ ഉണ്ടായിരുന്നു. ചില ഫോൾഡറുകളുടെ കാര്യം ഞാനിവിടെ പറയുന്നില്ല, കാരണം ഇവിടെ വൾഗാരിറ്റിക്ക് മാർക്ക് കുറക്കുമെന്ന് കേട്ടു. അതിൽ ഒരു ഫോൾഡറിൽ മഹാമുനി ദുർവാസാവ് മഹർഷിയുടെ ഒരു റിസർച്ച് പേപ്പറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. അതിൽ പ്രതിപാദിച്ചിരിക്കുന്ന രശ്മികളെക്കുറിച്ചുള്ള എൻ്റെ അനേകം വർഷത്തെ റിസർച്ചിൻ്റെയും പഠനത്തിൻ്റെയും ഫലമാണ് ഈ മായാദർശിനി. ഹൈ ഫ്രീക്വൻസി എക്സ്റേ രശ്മികളെ ആവശ്യാനുസരണം ഉൽപ്പാദിപ്പിക്കുകയും റിസീവ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സെൻസർ വഴിയാണ് ഈ ഉപകരണം പ്രവർത്തിക്കുന്നത്. അതെ കാതറീൻ, ഈ പ്രോഡക്റ്റ് ഇപ്പോൾ ബുക്ക് ചെയ്യുന്നവർക്ക് സൗജന്യമായി ഞങ്ങൾ നൽകുന്നു ടീത്ത് ഷാർപ്പനർ ആൻഡ് RBC പൗഡർ. അടുത്തതായി അമേരിക്കയിലെ പരലോകത്ത് നിന്നും നമുക്കൊരു കസ്റ്റമർ ഉണ്ട്. എനിക്ക് മറ്റു പ്രേതങ്ങളെ പോലെ പെനിട്രേഷൻ പവർ പറ്റെ കുറവായി വരികയായിരുന്നു. പ്രായമൊക്കെ ആയി വരികയല്ലേ. പലപ്പോഴും എൻ്റെ പെനിട്രേഷൻ ചുമരുകളിൽ തട്ടി നിൽക്കാറായിരുന്നു പതിവ്. ഞാൻ ആകെ ഡെസ്പായി പോയി. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് കല്യങ്കാട് നീലി എനിക്ക് ഈ മായാദർശിയെ റെക്കമെൻഡ് ചെയ്തത്. ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ്. ഇപ്പോൾ വളരെ ഈസിയായി പെനിട്രേഷൻ നടക്കുന്നുണ്ട്. താങ്ക്സ് ടു മായാദർശിനി. No, naughty Catherine. പിന്നെ ഇനിയല്ലേ ഉപകാരങ്ങൾ. ഇതിലെ ഹെപ്പാരിൻ ഇഞ്ചക്ടർ ബ്ലഡ് ക്ലോട്ട് ചെയ്യാതെ നിങ്ങളെ കുടിക്കാൻ സഹായിക്കുന്നു. കൂടാതെ ഇതിലെ കുമ്മനടി ഡിറ്റക്ടർ ചോര സൽക്കാരത്തിന് ക്ഷണിക്കാതെ വരുന്ന മറ്റു സെമിത്തേരിയിലെ കുമ്മനടിക്കാരെ ഡിറ്റക്ട് ചെയ്യാൻ സഹായിക്കുന്നു. കളർഫുള്ളായ യൂസസും ഉണ്ട് കാതറീൻ. നിങ്ങളുടെ ഇരുട്ടേറിയ കല്ലറകളിൽ നിങ്ങൾക്ക് രാത്രികാലങ്ങളിൽ DJ ലൈറ്റായി ഈ കണ്ണട ഉപയോഗിക്കാം. കൂടാതെ ഇതിലെ GPS ഡിറ്റക്ടർ നമ്മൾ പറന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ആക്സിഡന്റുകൾ കുറയ്ക്കാൻ സഹായിക്കുന്നു. നിങ്ങൾക്ക് ഈ കണ്ണട വിവിധ തരം കളറുകളിൽ ലഭ്യമാണ്. കണ്ണട വെച്ച് ഭംഗി കുറയുമെന്ന് പേടിക്കുന്നവർക്കും ആശ്വാസമായി ഇത് കോണ്ടാക്ട് ലെൻസ് രൂപത്തിലും ലഭ്യമാണ്. വേനൽക്കാലത്ത് ചോര കിട്ടാതെ അലയുന്ന പ്രേതങ്ങളാണോ നിങ്ങൾ? ചോര കുടിച്ച് നിങ്ങൾക്ക് മടുത്തില്ലേ? ഇതാ കണ്ടോളൂ നമ്മുടെ കസ്റ്റമർ നീലിയുടെ എക്സ്പീരിയൻസ്. ഹായ്, ഇയാളെ കണ്ടിട്ട് നല്ല ബ്ലഡ് തോന്നുന്നു. അടിച്ചൊരു കുട്ടപ്പം പോകുന്നു. മായാദർശിനിയുടെ മാനം കാത്തു. ഇയാളെ കണ്ടിട്ട് പോരല്ലോ. കണ്ടിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് വരാന്ന് തോന്നുന്നു. Oh my God, yummy. അയ്യോ, പല്ലെടുക്കാൻ മറന്നല്ലോ. പേടിക്കേണ്ട നീലി, മായാദർശിനിയിൽ നിന്നുള്ള ലേസർ രശ്മികൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് അവന്റെ ചങ്ക് തുളച്ച് ചോര കുടിക്കാം. ഇതെന്റെ ഡ്രാക്കുള അമ്മാവൻ ഗിഫ്റ്റായി തന്നതാണ് കാതറീൻ. വേണ്ട കാതറീൻ, ഇത് കുട്ടികൾക്ക് ഇടാൻ പാടില്ല. അയ്യോ കാതറീൻ, അയ്യേ, ഇത്
ചോദിക്കണം. ഇതിന്റെ കഥ നടക്കുന്നത് പരലോകത്താണെന്ന് പറഞ്ഞു. അപ്പൊ പരലോകത്ത് ഗൂഗിൾ കച്ചവടം നടത്തിയാൽ നാട്ടിലുള്ള മനുഷ്യന്മാർക്ക് എന്താണ് അതുകൊണ്ട് ഉപയോഗം? കേട്ടില്ല. പരലോകത്ത് ഗൂഗിൾ കച്ചവടം നടത്തിയാൽ നമ്മൾ നാട്ടിലുള്ള സാധാരണക്കാർക്ക് എന്താണ് ഉപയോഗം? അല്ല, ഞങ്ങള് പരലോകത്തുള്ള ആളുകൾക്ക് വേണ്ടിയാണ് പ്രധാനമായിട്ട് ഈ കച്ചവടം നടത്തുന്നത്. അപ്പോൾ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് മുഴുവൻ പരലോകത്തെ ആളുകളാണ്. നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ എന്തായാലും പരലോകത്തെത്തും. പരലോകത്ത് എത്താൻ വേണ്ടി നമ്മൾ മരിക്കുന്നവരെ കാത്തു നിൽക്കണോ? എപ്പോഴും നിങ്ങൾക്ക് ബുക്ക് ചെയ്തിടാം. എന്നിട്ട് മരിച്ചിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ബ്ലഡ് കുടിക്കുമ്പോൾ അതിനൊരു 90 ml കൊണ്ടുവന്ന് ഞങ്ങൾ സാധനം തരും. പെട്ടെന്ന് സർവീസ് വേണമെങ്കിൽ അപ്പം നമ്മൾ സൂയിസൈഡ് ചെയ്യേണ്ടി വരും. സൂയിസൈഡ് അല്ലെങ്കിൽ അതൊക്കെ ഒന്നാലും മതി. അവസ്ഥ കണ്ടില്ല, ഞങ്ങളെ തല്ലിക്കൊന്നിട്ടായിരുന്നു ഞങ്ങൾ ഇവിടെ എത്തിയത്. എസ്ര പരലോകത്തിരുന്ന് എക്സാം എഴുതിയതാണ്. അപ്പൊ അവിടുന്ന് എക്സാമിന് രക്ഷയില്ല. അതവിടെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ പോകുന്നത് എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയുള്ള ഒരു എക്സാം ആണ്. പാസ്സായ സ്വർഗത്തിലേക്ക് പോകും, തോറ്റവർ നരകത്തിലേക്ക്. പക്ഷെ അതായത് തോറ്റുപോയത് ഈ കണ്ണട അവിടുത്തെ എക്സാമിനർ ഉപയോഗിച്ചു. അയാൾ ഈ സാധനം ഇവന് തുണ്ടെടുക്കുന്നത് കണ്ടു. അപ്പോൾ എടുക്കാൻ പറ്റില്ല, ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ 999 ml ബ്ലഡ് അല്ലേ? ഇപ്പൊ ബ്ലഡ് മരിക്കുന്നതിന്റെ കൂടെ നമ്മൾ കൂടെ കൊണ്ടുപോകണോ അതോ അവിടെ അല്ല, നമ്മുടെ കന്നി ബ്ലഡാണ് ഓരോരുത്തരും കൊടുക്കുക. ആദ്യമായിട്ട് എടുക്കുന്ന ബ്ലഡ് മനസ്സിലായില്ല. മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്ന ബ്ലഡ് ഉണ്ടല്ലോ, ആദ്യമായിട്ട് പോയി ഊറ്റുമല്ലോ അരങ്ങേറ്റം, അത് സമർപ്പിക്കും കമ്പനിക്ക്. അപ്പൊ ഊറ്റാൻ നിങ്ങളുടെ സർവീസിന്റെ ആൾക്കാർ വരും മരിച്ചു കഴിയുമ്പോൾ? അല്ല, നിങ്ങൾ പോയി ഊറ്റണം. കുറച്ചൊക്കെ കഷ്ടപ്പെടണ്ടേ? മരിച്ചു കഴിഞ്ഞാൽ ഊറ്റാൻ പറ്റില്ലല്ലോ. നിങ്ങൾ പരലോകത്താണ്, അവിടെ നിന്ന് വിശക്കുമ്പോൾ നിങ്ങൾക്ക് ബ്ലഡ് വേണ്ടേ? കുറച്ചൊക്കെ നിങ്ങളും കഷ്ടപ്പെടണം. എല്ലാം ഇപ്പം നമുക്ക് ചെയ്തു തരാൻ പറ്റുമോ? വിശപ്പൊക്കെ പരലോകത്തുണ്ട്. പിന്നെ എല്ലാം പറ്റുന്നുണ്ട്. യൂസസ് ഒക്കെ ഒന്നുകൂടെ പറയൂ. ഓരോ യൂസസ് നഗ്നദർശിനിയായിട്ട് ഉപയോഗിക്കാം. രണ്ടാമത്തത് പെൻട്രേറ്റിംഗ്, പ്രേതങ്ങൾക്ക് ഒരു ചുമരുന്ന് മറ്റേ ഭാഗത്തേക്ക് പോകണമെങ്കിൽ പെട്ടെന്ന് പാസ് ചെയ്ത് പോകാൻ ഇതിങ്ങനെ വേഗം വരണം. പിന്നെ ഹെപ്പാരിൻ ഇഞ്ചക്ടർ ഉണ്ട്. പിന്നെ DJ ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. GPS പറന്ന് പോകുമ്പോൾ പ്രേതങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് അല്ലെങ്കിൽ ഫ്ലൈറ്റുമേ കാക്കമ്മയൊക്കെ ഇടിച്ചിട്ട് വെറുതെ ആക്സിഡന്റ് ആവേണ്ട അങ്ങനത്തെ ഉപയോഗമുണ്ട്. പിന്നെ ഡിജിറ്റൽ ഇമേജിംഗ് ടെക്നിക്ക് ഉണ്ട്, കോപ്പി അടിക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. ഇയർഫോൺ ആയിട്ട് ഉപയോഗിച്ചിട്ട് അങ്ങനെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. അഡീഷണൽ ഫീച്ചേഴ്സ് അങ്ങനെ കുറേ ഉണ്ട്. കുമ്മനടി ഹൈ ഫ്രീക്വൻസി എക്സ്റേസ് ആണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞു. അല്ല, എക്സ്റേസ് 3 ഇരട്ടി ഫ്രീക്വൻസി ഉള്ള സാധനം. കണ്ണിന് അത് ബുദ്ധിമുട്ടാവില്ലെന്നാ ചോദിച്ചത്. ഇത് പരലോകത്തെ ഒരു ഹൈ എനർജി ലെവലാണ്. നമ്മുടെ നിങ്ങൾ മനുഷ്യരല്ലേ? നിങ്ങൾ നോക്കി വല്ല കാണുന്നുണ്ടോ? നിങ്ങൾക്ക് നമ്മളെ മെയിൻ പ്രേതം പറഞ്ഞു പ്രേതങ്ങളും മനുഷ്യരാണ്. അപ്പോഴാണ് ചോദ്യം ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞിരുന്നു കുറച്ചു മുമ്പ് പ്രേതങ്ങളും മനുഷ്യരാണ്. അല്ല, പ്രേതങ്ങളും ഈ പറഞ്ഞ മാനുഷിക മൂല്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളൂ. എല്ലാം ഇപ്പൊ പ്രേതവും മനുഷ്യനും കാര്യമില്ല. പ്രവർത്തനം എങ്ങനെയാണ്? ഈ എക്സ്റേയിലൂടെ ഈ ബ്ലഡ് കാണുന്നത് എങ്ങനെയാണ്? അത് ഓരോ രീതിക്ക് ഇപ്പൊ എക്സ്റേന്റെ പല യൂസുകളാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ, ഈ ചുമര് തുളക്കാൻ എക്സ്റേന്റെ പെനട്രേറ്റിംഗ് എഫക്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. ചിലതിൽ എക്സ്റേന്റെ ഹീറ്റിംഗ് എഫക്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഈ ബ്ലഡ് എടുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇതേപോലെയാണ്, ഈ കുത്തി എടുക്കാൻ വേണ്ടിയിട്ട് എക്സ്റേന്റെ പെനിട്രേറ്റിംഗ് എഫക്റ്റ് എടുക്കും. അത് ഇതിൽ സക്ക് ചെയ്തെടുക്കും. ഈ സൈഡ് കൊണ്ട് അതിന്റെ ഹെപ്പാരിൻ ഇഞ്ചക്ഷൻ എങ്ങനെ ചെയ്യും? ബ്ലഡ് ക്ലോട്ട് ചെയ്യാതെ സഹായിക്കും, നമുക്ക് വേഗം വലിച്ചെടുക്കാം. GPS ഉപയോഗിക്കുന്നത് വിമാനങ്ങളിലൊക്കെ ഇടിക്കാണ്ടിരിക്കാനാണെന്ന് പറഞ്ഞല്ലോ. അല്ല, പരസ്പരം ഇടിക്കാതിരിക്കണം. പരസ്പരം പോസ്റ്റുകൾ തമ്മിൽ ഒരു നമ്മൾ പറഞ്ഞു പോകുമ്പോൾ ഇടിക്കാതിരിക്കും. രണ്ട് വിമാനത്തിന് ഇടിക്കാൻ ചിലപ്പോ ഈ പൈലറ്റൊക്കെ ഒരു ഫ്ലൈറ്റ് ഉണ്ട് ആക്സിഡന്റ് ആയിട്ട് പൊട്ടിപ്പകർന്ന ഒരു പ്രശ്നം. അവരും ഇങ്ങനെ നീലി പോയി ഇടിച്ചായിരുന്നു പോയിങ്ങനെ തകർന്നു പോയ വ്യോമ. നിങ്ങളുടെ പരലോകത്തിന്റെ TV അധികം ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കണ്ടില്ല. അല്ല, ആൾക്കാരൊക്കെ ഭയങ്കര ബിസിയാണ്. TV ഒന്നും അധികം ആരും നോക്കാറില്ല. എല്ലാരും ഇങ്ങനെ അരഞ്ഞിരിഞ്ഞ് നടക്കല്ലേ. TV കാണാൻ ആൾക്കാർ കുറവുണ്ട്. അതുകൊണ്ട് ചെറിയ രീതിയിൽ ഉപയോഗിച്ചു മതി. താരതമ്യം യക്ഷിശല്യൊക്കെ കൂട്ടാനാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് മെയിൻ? അല്ലല്ല, യക്ഷിശല്യം കുറയ്ക്കാനാണ്. ഞങ്ങളിപ്പോ എന്ത് ശല്യം ചെയ്ത അവിടെ? വളരെ സമാധാനത്തിൽ ജീവിക്കുന്ന ആളാണ്. മനുഷ്യന്മാരെ പോലെ ഒന്നുമില്ല, പ്രേതങ്ങൾ ഭയങ്കര പാവങ്ങളാണ്. മോക്ഷം കിട്ടാത്ത പ്രേതങ്ങൾ ഉണ്ടാവില്ലേ? അവർക്ക് ഇതിനെ കൊണ്ട് വല്ല ഉപകാരങ്ങളും ഉണ്ടോ? ഞങ്ങളൊക്കെ മോക്ഷം കിട്ടാത്തവരല്ലേ? ഗുവാസിന്റെ എക്സാം എഴുതാൻ പറ്റാതിരിക്കുന്നവരാണ്.
നരകത്തിലേക്ക് പോകാൻ പറ്റാതെ അല്ലെങ്കിൽ തിരിഞ്ഞടക്കുന്നവരാണ്. മായാദർശിനി കമ്പനിയുടെ മൂഞ്ചാളിയൻ കമ്പനി. മൂഞ്ചാളിയൻ കമ്പനിയുടെ കാദർ ആൻഡ് കാദറീനാണ്. അതെ. അപ്പോൾ കാദർ ആൻഡ് കാദറീന് മാത്രമേ അല്ലേ ഇവിടെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇതിന്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണ്, ആരാണ് നിർവഹിക്കുന്നത്? അല്ല, ഇതിന്റെ പ്രൊഡക്ഷൻ കാണിച്ചിരുന്നു ഡോക്ടർ ബാബു, ഡ്രാക്കുള ബാബു ആണ് അതിന്റെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവരത് മാർക്കറ്റിംഗ് മാത്രമാണ്. മൂഞ്ചാളിയൻ കമ്പനി ഒരു മാർക്കറ്റിംഗ് ഏജൻസി മാത്രമാണ്. പണ്ടത്തെ പ്രൊഡക്ഷൻ ടീമിനെ ഫുൾ നാട്ടുകാർ തല്ലിക്കൊന്നു, എല്ലാവരും പരലോകത്തെത്തിച്ചു. അല്ല അങ്ങനെയല്ല. അതായത് നമ്മളവിടെ കച്ചവടം നടത്തി ലാഭമായപ്പോൾ എല്ലാവർക്കും അസൂയായി. നമ്മളപ്പോൾ 2-3 കളിച്ച ആൾക്കാരൊക്കെ ഇതുപോലെ ബിസിനസ് ചെയ്തിട്ട് അവരൊക്കെ ആകെ പണ്ടാറങ്ങി പോയി. ഭയങ്കര ബുദ്ധിമുട്ടായി. അടുക്കുന്ന ലാഭമില്ലാതായപ്പോൾ ഞങ്ങൾക്കെതിരെ ഒരു ആക്രമണം അയച്ചു വിട്ടു. അങ്ങനെ ഞങ്ങൾ പാവപ്പെട്ട ഞങ്ങളെ വെറുതെ തല്ലിക്കൊന്നാണ്.